മഹത്തായ ജനക്ഷേമ പദ്ധതി തന്നെയാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കാരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും എല്ലാം ഉറപ്പ് നൽകുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത്. നമ്മളുടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ നമ്മൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇലക്ഷന് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ തുണിക്കടകളിലൊക്കെ കയറുമ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ചിലരറിയും എന്ന് പറഞ്ഞ് മൂളി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇത് കുറേ കേട്ടിട്ടുണ്ട്. അതിന് ചിലർ തുറന്നു പറഞ്ഞു ഇതൊക്കെ നടപ്പാക്കാനാണോ എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ഒരു വാക്ക് പറഞ്ഞാൽ അത് 100 തവണ സ്വന്തം മാതിരി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞു വെച്ചാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ സർക്കാർ വാക്ക് പാലിച്ചു. ഇന്ന് സ്ത്രീകൾക്ക് 9 മണി തൊട്ട് ഇന്ന് KSRTCയിൽ സൗജന്യ യാത്രയുണ്ട്. അത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ കയ്യിലാണ്. അപ്പം ഒത്തിരി പേര് പറഞ്ഞ അവരുടെ ഒരു മാസത്തെ 1500 രൂപയൊക്കെ അവർക്ക് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഒരു മാസം വേണ്ടി വരും. അപ്പോൾ ആ പൈസ എടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കാമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു സാമ്പത്തിക ഭദ്രതനെ ഉറപ്പാക്കുന്ന ഒരു ജനക്ഷേമ പരിപാടി തന്നെയാണ്. ഇനിയും ഗ്യാരണ്ടികൾ നമ്മൾക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതെന്തായാലും നമ്മളുടെ UDF ഗവൺമെൻറ് അതെല്ലാം സാധ്യമാക്കി തരും ജനങ്ങൾക്ക്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ബ്ലോക്കിൽ നിന്നും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി നല്ല കൊഴുപ്പാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് MP ചെയർപേഴ്സൺ ഏർപ്പെടുത്തുന്നത് മൂലം KSRTCക്ക് നഷ്ടമില്ല. KSRTCയുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം പരിപാടികൾ നടപ്പാക്കുമ്പോൾ ബഹുമാനരായ KSRTC ജീവനക്കാരുടെ കൂടി എല്ലാ തരത്തിലുള്ള സഹകരണവും സഹായവും ഉണ്ടാകണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏതൊരു ജനകീയ പദ്ധതി നടപ്പാക്കുമ്പോഴും അതിൻ്റെ വിജയം പൂർണ്ണതയിലെത്തണമെങ്കിൽ എല്ലാവരുടെയും സഹകരണ സഹായം ഉണ്ടാകണം. അങ്കമാലിയിൽ ഇന്നൊരു സുദിനമാണ്. അങ്കമാലിയിൽ നിന്നും ആലുവായിലേക്കാണ് ഈ ഓർഡിനറി ബസ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3100-ലധികം ഓർഡിനറി ബസ്സുകളിലാണ് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിപുലീകരിച്ച് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കും. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ഇന്നത്തെ മുഖ്യ അജണ്ടകളിലൊന്ന് സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, സ്ത്രീകളെ എല്ലാ തലങ്ങളിലും മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ UDF നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നമ്മുടെ വനിതകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് കൂടിയാണ് എന്നിവിടെ പ്രാവർത്തികമാകുന്നത്. വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംതൃപ്തി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.